നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് 1204 രൂപ സ്റ്റോക്കിൻ്റെ വില. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 69. ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ ഹൈദരാബാദിലെ ഇലക്ട്രിക് ബസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഹൈദരാബാദിലുള്ള കൊമേഴ്സ്യൽ ഇലക്ട്രിക് വെഹിക്കിൾ ബസ് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയുടെ ഹാഫ് കപ്പാസിറ്റിയിലുള്ള പ്രൊഡക്ഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇയർലി 2500 ബസ്സുകളായിരിക്കും ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യുക. ഈ മാനുഫാക്ചറിംഗ് പ്ലാന്റ് അതിൻ്റെ ഫുൾ ഓപ്പറേഷണൽ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രതിവർഷം 5000 ബസ്സുകൾ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. ഈ ന്യൂസ് കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനുകളിലേക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മൊബിലിറ്റി സ്പേസിൽ കമ്പനി ക്രൂഷ്യൽ റോൾ നിർവഹിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഒലട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ് 1200 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. റീസെൻ്റ്ലി സ്റ്റോക്ക് 1750 വരെ ഉയരുകയും അവിടെ നിന്നും സ്റ്റോക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് നീങ്ങുകയും ചെയ്തു. കഴിഞ്ഞ 4 ആഴ്ചയായി സ്റ്റോക്കിന് 1200-നടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. അതേസമയം 1300 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. 38 രൂപ സ്റ്റോക്കിൻ്റെ വില. 9000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി, വാല്യൂഷൻ 7. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഡെപ്പോസിറ്റ്സിലും അഡ്വാൻസിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരികയും കാസ ബാലൻസ് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഗ്രോസ് അഡ്വാൻസ് 11.27% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 86,966 കോടിയിൽ നിന്നും 96,765 കോടിയിലേക്ക് ഉയർന്നു. കൂടാതെ ടോട്ടൽ ഡെപ്പോസിറ്റ് 12.17% വർദ്ധിച്ച് 1.05 ലക്ഷം കോടിയിൽ നിന്നും 1.18 ലക്ഷം കോടിയിലേക്ക് ഉയരുകയും കാസ ഡെപ്പോസിറ്റ് 15% വർദ്ധിച്ച് 37,649 കോടിയിലേക്ക് എത്തുകയും കാസ റേഷ്യോ 31.84%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. കൂടാതെ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റും ഹെൽത്തിയർ ആണ്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 36 രൂപയുടെ സപ്പോർട്ടിനും 40 രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുകയാണ്. സ്റ്റോക്ക് 37 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ബൈയിങ് മൊമെൻറ്റം വരികയാണെങ്കിൽ സ്റ്റോക്ക് 40 എന്ന ലെവലിലേക്ക് ഉയർന്നേക്കും. അതേസമയം 36-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്